ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിൽ അടിപൊളി 3 വരി മാലയാണ്, 3 ലെയർ നെക്ലസ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മെറ്റീരിയൽസ് നോക്കാം. മെയിനായിട്ട് ബ്ലാക്ക് കളർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്, 6 mm സൈസ് വരുന്നത്. പിന്നെ 2 സമൂസ, ഗിയർ ലോക്ക് 2 എണ്ണം, സ്റ്റോൺ ബീഡ്സ്, ജംബ് റിങ്സ്, പിന്നെ ഗോൾഡൻ കളർ 6 mm സൈസും 2 mm സൈസ് വരുന്ന കുറച്ച് ബീഡ്സ്. പിന്നെ നമുക്ക് ബാക്കിലിടാനായിട്ട് ബാക്ക് ചെയിൻ, അത് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗിയർ വയർ, പിന്നെ കട്ടർ പ്ലെയർ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമുക്കിന്ന് ആവശ്യമുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഗിയർ വയർ എടുക്കാം. ഗിയർ വയർ ഇവിടെ സിൽവർ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് 0.45 mm വരുന്ന സൈസാണ്. അപ്പോൾ ഇതിൽ 100 മീറ്ററുള്ള ഇങ്ങനെ റോളായിട്ട് വാങ്ങിക്കുന്നത് ഫ്ലിപ്കാർട്ടാണ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് എല്ലാം ജ്വല്ലറി മേക്കിംഗ് വീഡിയോയിൽ, ഫസ്റ്റ് ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരെ അവൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗിയർ വയർ 3 വരി മാല ആയതുകൊണ്ട് തന്നെ 3 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സമൂസ എടുക്കുക. സമൂസയിൽ എങ്ങനെയാണ് പറഞ്ഞാൽ 3 ഹോൾ ഉണ്ടാവും താഴെ, അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലൊരു ലൂപ്പ് ഉണ്ടാവും. പിന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഉള്ളിൽ ഹോളായിട്ട് നമുക്ക് കാണുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 3 പീസ് ഗിയർ വയറും ഓരോ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ബാക്ക് സൈഡിലോട്ട് എടുത്ത ശേഷം 3ഉം കൂടി ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ അതിൽ ഗിയർ ലോക്ക് ഇടുന്നത്. അപ്പോൾ ഈ 3 ഹോളിൽ കൂടിയും എടുക്കാം. അപ്പോൾ നമുക്ക് 3 ഹോളുള്ളത് കൊണ്ട് നമുക്ക് 3 വരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സമൂസ യൂസ് ചെയ്യുകയാണെങ്കിൽ 3 ചെയിനും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതായിരിക്കും നല്ലത്. ഇതുപോലെ 5-6 ഹോളൊക്കെ ഉള്ള ഈ ഡിവൈഡറായിട്ട് കിട്ടും നമുക്ക് വാങ്ങിക്കാൻ, സമൂസ പോലെ അല്ലെങ്കിൽ ഡിവൈഡർ എന്ന് പറയും. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാലകളുടെ ഇടയിൽ വെക്കാനും ഇതുപോലെയുള്ളത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 3 വയറും എടുത്തു. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ ഒരു ഗിയർ ലോക്കാണ് ഇടുന്നത്. 3 വയറിലും 1 മതി. ഒരെണ്ണം ചേർത്തിട്ട ശേഷം പ്ലെയർ യൂസ് ചെയ്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് കൊണ്ട് വെക്കുക, അതായത് ഈ വയറിൻ്റെ അറ്റത്ത് വെച്ച ശേഷം നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി പിന്നെ അഴിഞ്ഞു വരില്ല. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഗിയർ വയർ മാല കോർക്കുന്ന സമയത്തൊക്കെ ഈ ഹുക്ക് ഇടാനൊക്കെ ഗിയർ ലോക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ലോക്ക് ചെയ്ത ശേഷം ഇതിങ്ങനെ നന്നായിട്ട് വലിച്ചിട്ട് ഈ ഗിയർ ലോക്ക് ഈ സമൂസയുടെ ബാക്ക് സൈഡിൽ വരുന്ന പോലെ, അതായത് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അതിൻ്റെ ഉള്ളിലിരിക്കും, വെളിയിലോട്ട് വരില്ല. അല്ലെങ്കിൽ ഇടുന്ന സമയത്ത് കഴുത്തിലേക്ക് കുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. പിന്നെ പുറത്തോട്ട് വരില്ല, അതവിടെ ഇരുന്നോളും. ഇനി നമുക്ക് ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 3 വരിയിലും കോർക്കണം. അപ്പോൾ ആദ്യത്തെ വരിയിലിന് ഫസ്റ്റ് ഒരു ചെറിയ ഗോൾഡൻ കളർ മുത്താണ് കോർക്കുന്നത്, 2 mm സൈസ് ഉള്ളത്. നമ്മൾ ബ്ലാക്ക് കളർ കുറച്ച് വലിയ സൈസാണ്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബ്ലാക്ക് കളർ കോർത്ത് കഴിഞ്ഞാൽ ഈ സമൂസയുടെ അടുത്ത് 3 എണ്ണം വീതി കൂടിയിട്ട് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു മുത്തവിടെ കോർക്കുന്നത്. അപ്പോൾ അതേ സൈസുള്ള ഈ വലിയ ബ്ലാക്ക് കളർ മുത്തിന് പകരം ചെറിയ മുത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഗോൾഡൻ കളർ കോർക്കേണ്ട ആവശ്യമില്ല, ചെറിയ മുത്ത് വേണമെന്നേ ഉള്ളൂ ആദ്യം കോർക്കാൻ. അപ്പോൾ അതിനുശേഷം ഇവിടെ ബ്ലാക്ക് കളർ മുത്ത് 10 എണ്ണമാണ് ഞാൻ കോർക്കുന്നത്. ആദ്യത്തെ വരിയിൽ 10 മുത്താണ് ഫസ്റ്റ് കോർക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഗോൾഡൻ കളർ 6 mm സൈസുള്ള തന്നെ ഒരു മുത്ത് കോർക്കുക. പിന്നെ സ്റ്റോൺ ബീഡ് ഒന്ന് കോർക്കുക. ഇപ്പോൾ സ്റ്റോൺ ബീഡ്സ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ മുഴുവൻ സ്റ്റോൺസ് ഉള്ളതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോൺ ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള നിറയെ ഡിസൈൻസ് മുൻപും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ഗോൾഡൻ കളർ മുത്തോടി കോർത്തു. അപ്പോൾ നടുവിൽ 3 ഗോൾഡൻ കളർ മുത്താണ് ഇവിടെ കോർക്കുന്നത്. വീണ്ടും 10 ബ്ലാക്ക് കളർ മുത്ത് കോർക്കുക. നമ്മൾ ആദ്യം 10 എണ്ണം കോർത്തു, പിന്നെ 3 ഗോൾഡൻ കളർ മുത്ത് കോർത്തു, വീണ്ടും 10 ബ്ലാക്ക് കളർ മുത്ത് കോർത്തു. നമ്മൾ ആദ്യം കോർത്ത പോലെ തന്നെ ചെറിയൊരു ഗോൾഡൻ കളർ മുത്ത് ഈ അറ്റത്തും കോർക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ കോർത്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയറിൽ കൂടി കോർക്കാം. അപ്പോൾ സെക്കൻഡ് ലെയറിലാവുമ്പോൾ ഫസ്റ്റ് ഗോൾഡൻ കളർ മുത്ത് കോർക്കുക, പിന്നെ 10 ബ്ലാക്ക് കളർ മുത്താണ് നമ്മളിവിടെ ഫസ്റ്റ് ലെയറിൽ കോർത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരണമെങ്കിൽ നമ്മൾ അതേ നമ്പറിൽ കോർത്ത് കഴിഞ്ഞാൽ ചേർന്നിരിക്കും. അപ്പോൾ 3 വരിയും കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ആദ്യത്തേൽ 10 എണ്ണം കോർത്തു, രണ്ടാമത്തേൽ 12 മുത്താണ് കോർക്കുന്നത്. അപ്പോൾ ഇവിടെ 12 ബ്ലാക്ക് കളർ മുത്ത് നമുക്ക് കോർക്കാം. അപ്പോൾ 12 ബീഡ്സ് കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നടുവിൽ ഗോൾഡൻ കളർ മുത്തുകളാണ് കോർക്കുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ലെയറിൽ 3 എണ്ണം കോർത്തു, നെക്സ്റ്റ് ലെയറിൽ 5 മുത്താണ് കോർക്കുന്നത്. ഒരു ഗോൾഡൻ കളർ, ഒരു സ്റ്റോൺ മുത്ത്, പിന്നെ ഒരു ഗോൾഡൻ കളർ മുത്ത്, പിന്നെ സ്റ്റോൺ ബീഡ്. ആ ഒരു ഓർഡറിൽ 5 മുത്താണ് ഇപ്പോൾ ഇവിടെ കോർക്കുന്നത്. ഈ 5 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബ്ലാക്ക് കളർ മുത്ത് കോർത്തിട്ട്
ആദ്യത്തെ ലെയർ പോലെ തന്നെ സെക്കൻഡ് ലെയർ നമുക്ക് ഫിനിഷ് ചെയ്യാം. വീണ്ടും നമ്മൾ മൂന്നാമത്തെ ലെയർ കോർക്കുക. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ എത്ര ലെയർ വേണമെങ്കിലും ഇതേപോലെ തന്നെ കോർക്കാം. ഇതിപ്പോൾ ഒരു ലെയറായിട്ട് മാത്രം സാധാരണ സിമ്പിളായിട്ട് മുത്തുമാല യൂസ് ചെയ്യാനും നന്നായിരിക്കും. 3 ലെയർ ആണെങ്കിലും കുട്ടികൾക്കും വലിയവർക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 5 ഗോൾഡൻ കളർ മുത്ത് കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും 12 ബ്ലാക്ക് കളർ മുത്ത് നമ്മൾ ഈ ഭാഗത്തും കോർത്തു. വീണ്ടും ഒരു ചെറിയ ഗോൾഡൻ കളർ മുത്ത് കോർത്തിട്ട് നമ്മൾ ആ ലെയറും അവസാനിപ്പിച്ചു. ഇനി മൂന്നാമത്തെ ലെയറിൽ ഇതേപോലെ തന്നെയാണ്. നമ്മൾ ചേർന്നിരിക്കുന്നത് കണക്കാക്കിയിട്ട് എത്ര ഡിസ്റ്റൻസ് വേണോ അത് നോക്കിയിട്ട് വേണം നമുക്ക് മുത്തിൻ്റെ എണ്ണം തീരുമാനിക്കാൻ. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മുത്തിൻ്റെ വലിപ്പം വെച്ചിട്ട് രണ്ടെണ്ണം എണ്ണം കൂട്ടുമ്പോൾ കറക്റ്റായിട്ട് അത് ഒരേ ഡിസ്റ്റൻസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ച് നോക്കുക, മൂന്നാമത്തെ ലെയറും വെക്കുക എത്രത്തോളം വരുന്നു. അപ്പോൾ ആദ്യത്തേൽ 10 ബ്ലാക്ക് കളർ മുത്ത് കോർത്തു, രണ്ടാമത്തേൽ 12 ബ്ലാക്ക് കളർ മുത്താണ് കോർത്തിരിക്കുന്നത്. മൂന്നാമത്തിൽ ഞാൻ 14 ബ്ലാക്ക് കളർ മുത്താണ് കോർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 14 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരേ ഗ്യാപ്പിൽ വരും. എല്ലാത്തിലും 2 സൈഡിലും ബ്ലാക്ക് കളർ മുത്ത് 10 വെച്ചിട്ട് കോർത്തിട്ട് ഒരു മാല ഞാനിതിൻ്റെ ഫോട്ടോ ഇത് സൈഡിൽ കാണിക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത്രയും ഗ്യാപ്പില്ല, 3 ലെയറും ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ 10, 12, 14 ആ ഓർഡറിൽ കോർത്ത് കഴിഞ്ഞു. ഇനി ഗോൾഡൻ കളർ മുത്താണെങ്കിലും ആദ്യത്തേൽ 3 പിന്നെ 5 പിന്നെ 7 ആ ഒരു ഓർഡറിൽ 3 ലെയറിലും കോർത്തു. ഇനി നമ്മൾ വീണ്ടും ഈ ഭാഗത്തും 14 മുത്ത് അപ്പുറത്ത് കോർത്ത പോലെ തന്നെ ഈ സൈഡിലും 14 ബ്ലാക്ക് കളർ മുത്ത് കോർക്കാം. കോർത്ത ശേഷം ഒരു ഗോൾഡൻ കളർ മുത്ത് കൂടി ചെറുത് ലാസ്റ്റ് കോർത്ത് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ലെയറും നമ്മുടെ റെഡിയായി. അപ്പം നമുക്കിനി ആദ്യം ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് ഈ 3 ഗിയർ വയറും കൂടി ഒരു സമൂസയിൽ കോർത്തിട്ട് 3 കൂടി ചേർത്ത് ഗിയർ ലോക്കിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഈ സമൂസിൻ്റെ ഉള്ളിലോട്ട് അതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് അതുപോലെ ചെയ്ത് നമുക്ക് ഈ ഭാഗത്തോടെ ഒന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഈ ബ്ലാക്ക് മുത്ത് കോർക്കുന്നത് 2 ഭാഗത്തും ഒരേ നമ്പർ കോർത്താൽ സെയിം മുത്ത് 10 വെച്ചിട്ടാണ് ഈ ഫോട്ടോയിൽ കാണുന്നതിൽ ഞാൻ കോർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെയർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 3ഉം ചേർന്നിരിക്കും. നമ്മളിപ്പോൾ കോർത്തതിൽ 10, 12, 14 അങ്ങനെ ആയതുകൊണ്ടാണ് ഈ 3 ലെയറും തമ്മിൽ ഇടയിൽ ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്യാപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ 2 ഭാഗത്തും ഒരേ നമ്പർ ബ്ലാക്ക് കളർ മുത്ത് തന്നെ കോർത്താൽ മതി. അപ്പോൾ ഈ ഗോൾഡൻ കളർ മുത്ത് നമ്മൾ എണ്ണത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ഡിസ്റ്റൻസിൽ, അതായത് ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ 3 ലെയറും ചേർന്നിരിക്കുന്ന പോലെ കിട്ടും. അപ്പോൾ അങ്ങനെയും കോർക്കാം. അപ്പോൾ ഞാനിത് 2 ടൈപ്പിലും കോർത്തു നോക്കി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 3 ചേർന്നിരിക്കുന്നതും ഭംഗിയുണ്ട് കാണാൻ, അങ്ങനെയും കോർക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഭാഗത്തും ഓരോ ജമ്പറിങ്ങും കോർക്കാം. ജമ്പറിങ് കോർത്തിട്ട് ഈ ബാക്ക് ത്രെഡ് അതിൽ കോർക്കുകയാണ്. ഇത് നമ്മുടെ ബാക്ക് ത്രെഡിന് പകരം ചെയിൻ വേണമെങ്കിൽ ചെയിൻ കോർക്കാം. ബാക്ക് ചെയിനായിട്ട് നമുക്ക് പ്ലെയിൻ കണ്ണികൾ മാത്രം ഉള്ളതും അല്ലാത്ത കുറേ ഡിസൈൻസിലൊക്കെ ആയിട്ട് എങ്ങനത്തെ വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ബാക്ക് ത്രെഡ് ആണെങ്കിൽ നമുക്ക് പല കളറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടമുള്ള മാലയ്ക്ക് മാച്ചായിട്ടുള്ള ബാക്ക് ത്രെഡ് നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നെക്ലസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മാച്ചായിട്ടൊരു കമ്മൽ കൂടി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഹെഡ് പിന്നും ഇയർ ഹുക്കും പിന്നെ 3 മുത്തുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മാലയിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേപോലെയുള്ള 3 മുത്തും ഓരോന്നാണ് എടുത്തിരിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്മലാണ്. അപ്പോൾ ഹെഡ് പിൻ എടുക്കുക, ഈ 3 മുത്തും അതിലോട്ട് കോർക്കുക, ഒരു സ്റ്റോൺ ബീഡ്, ബ്ലാക്ക് കളർ ബീഡ് പിന്നെ ഗോൾഡൻ കളർ മുത്ത് ഈ ഓർഡറിൽ കോർത്ത ശേഷം ഏറ്റവും മുകളിൽ നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് പ്ലെയർ യൂസ് ചെയ്തിട്ട് സൈഡിലോട്ടൊന്ന് ഹെഡ് പിൻ ബെൻഡ് ചെയ്തിട്ട് ബാക്ക് സൈഡിലോട്ട് പതുക്കെ തിരിച്ചെടുക്കാം. അപ്പോൾ ബെൻഡ് ചെയ്തിട്ട് തിരിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് റൗണ്ടിൽ ഈ ലൂപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാഫ് തിരിച്ച ശേഷം ഈ ഇയർ ഹുക്ക് അതിലോട്ട് കോർക്കുക. എന്നിട്ട് നമുക്ക് ഈ ലൂപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാലയും കമ്മലുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, കൊറോണയൊന്നും വരാതെ പകർത്താതെ നോക്കുക, സേഫായിട്ടിരിക്കുക, സ്റ്റേ അറ്റ് ഹോം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.